ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് സത്സംഗത്തിലേക്ക് ഇരിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ഭാഗവതത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷ്ണകുടുംബത്തിലെ രജനി എന്ന് പേരായ ഒരു ഗോപിക വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ആ ഒരു കോള് ഒരുപാട് സന്തോഷം നൽകിയതാണ്. ഭഗവാന്റെ ശരിക്കും എനിക്ക് ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുവല്ലോ, ഇവിടെ ഈ ഭാഗവതം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത് ഭഗവാന് ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണ്. ഒരുപാട് ഭാഗവതം അറിഞ്ഞിട്ടോ സംസ്കൃതം വായിക്കാൻ അറിഞ്ഞിട്ടോ മറ്റുള്ളത് ഈ മൂലം വായിക്കുന്നത് കൂടാതെ കണ്ട അക്കിത്ത ഭാഗവതം തന്നെ ഞാൻ ആദ്യത്തെ തവണയാണ് പാരായണം ചെയ്യണത്. മലയാളമാണെങ്കിലും അതിലും ഒരുപാട് അക്ഷരത്തെറ്റുകളൊക്കെ വരാം. എങ്കിലും അത് ഒരു തപസ്യ പോലെ ഇവിടെ ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം എന്ന് ആഗ്രഹിച്ച് സമർപ്പിക്കുകയാണ്. അല്ലാണ്ട് ഇതൊരു പഠന കേന്ദ്രമായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു ഇഷ്ടം കൊണ്ട്, ഭഗവാന്റെ ഭാഗവതത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇത് ഇങ്ങനെ സമർപ്പിച്ച് വരികയാണ്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് നമ്മളോടൊപ്പം അതുപോലെ തന്നെ പിന്തുടർന്ന് വരണവരുണ്ട്. ഇന്ന് ഭഗവാൻ തന്നെയാണ് അതിനൊരു പ്രോത്സാഹനം തരുന്ന പോലെ രജനി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അധ്യായം വിട്ടുപോയി. ദ്വിതീയ സ്കന്ധത്തിലെ പഞ്ചമോധ്യായം ഇതുവരെ പാരായണം ചെയ്തില്ല. പഞ്ചമം ചതുർത്ഥം കഴിഞ്ഞിട്ട് പിന്നത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പഞ്ചമം വായിച്ചില്ല, ഷഷ്ഠമാണ് വായിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കും അത് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഈ പഞ്ചമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ വായിച്ച പോലെ എനിക്ക് അനുഭവമാവുകയാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഞാനിത് പാരായണം ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണോ അറിയില്ല. എന്തായാലും അത് എത്തിയിട്ടില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഈ ഒരു അധ്യായം വീണ്ടും ഒരു തവണ വായിപ്പിക്കാനാണോ ഒന്നും അറിയില്ല. എന്തായാലും അത് വലിയ ശരിക്കും അപ്ലോഡ് ചെയ്തതിൽ ഈ 5-ാമത്തെ അധ്യായം ഇല്ല ദ്വിതീയ സ്കന്ധത്തിൽ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ അത് പാരായണം ചെയ്ത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ക്രമം ഒന്ന് തെറ്റിച്ചിട്ട് 5-ാമത്തെ അധ്യായം പാരായണം ചെയ്തതിന് ശേഷം ആണ് ഇനി അടുത്തത് നമ്മൾ 9-ാം അധ്യായം, ഇനി 9-ാമത്തെ അധ്യായമല്ലേ പാരായണം ചെയ്യേണ്ടത്, അത് പാരായണം ചെയ്യാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പഞ്ചമാധ്യായത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം പഞ്ചമോധ്യായ. ആ പഞ്ചമാധ്യായത്തിന് ജനന നിരൂപണം എന്നാണ്. എനിക്കിതൊക്കെ പറഞ്ഞതുപോലെയും വായിച്ചതുപോലെയും നല്ല ഒരു ഓർമ്മ തോന്നുകയാണ്. അറിയില്ല. അപ്പോൾ എന്തായാലും ഭഗവാൻ ഒരു തവണയും കൂടിയും അല്ലെങ്കിൽ ഇത് വിട്ടുപോയത് തീർച്ചയായിട്ടും വീണ്ടും, കാരണം ഞാനും നോക്കി ആ ഒരു പഞ്ചമാധ്യായം അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും ആ ഭഗവാന്റെ പാദത്തിൽ വിട്ടുപോയത് ഈ ഭാഗത്തെ കൂടി പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്.
ഇത്രയും ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് ഭാഗവതത്തെ ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വിതീയസ്കന്ധം പഞ്ചമ അധ്യായം. നാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജാ തത് വിജാനീഹി യജ്ഞാനം ആത്മതത്വനിദർശനം യദ്രൂപം യദധിഷ്ഠാനം യദസൃഷ്ടം ഇദം പ്രഭോ യസ്വസ്തം യത്പരം യച്ഛ തത്തത്വം വദ തത്വദാ സർവം ഹ്യേതദ് ഭവാൻ വേദ ഭൂതഭവ്യഭവത് പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ യദ്വിജ്ഞാനോ യദാധാരോ യത്പരസ്ത്വം യദാത്മക ഏകസൃജതി ഭൂതാനി ഭൂതർ ഏവാത്മമായയാ ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിം അവഷ്ടഭ്യ ഊർണനാഭിർ ഇവാക്ലമാം നാഹം വേദപരം ഹ്യസ്മിന്ന പരം ന സമം വിഭോ നാമരൂപഗുണൈർഭവ്യം സദ് അസദ് കിഞ്ചിദന്യഥാ. സ ഭഗവാൻ അചരത് ഘോരം യത്തപസുസമാഹിത തേന ഖേദയസേനസ്ത്വം പരാശങ്കം പ്രയശ്ചതി ഏതദ്മേ പൃച്ഛതഃ സർവം സർവജ്ഞാ സകലേശ്വര വിജാനീഹി തഥൈവേദം അഹം ബുദ്ധ്യേനുശാസിത ബ്രഹ്മോവാച സമ്യക് കാരുണികസ്യേദം വസ്തതേ വിചികിത്സിതം യദഹം ജ്യോതിതഃ സൗമ്യാപരധർമ്മോ പ്രദർശനേനാനൃതം തവ തത്താപി യഥാ മാം പ്രബ്രവീഷിഭോ അവിജ്ഞാതായ പരം മത്ത ഏതാവത്തം യതോ ഹി മേ യേന സുരോജിഷാ വിശ്വം രോജിതം രോചയാമ്യഹം യഥാർക്കോഗ്നിർയഥാ സോമോ യഥാർഷഗ്രഹതാരക തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും വിലജ്ജമാനയാ തസ്യാ സ്ഥാതും ഇച്ഛാപഥേമുയാ വിമോഹിതാ വിഗസ്താന്തേ മമാഹം ഇതി ദുർധിയാ ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവ പരോ ബ്രഹ്മൻ ന ചാന്യോർത്ഥോസ്തി തത്വതാ നാരായണ പരാവേദ നാരായണ പരാംശ നാരായണ പരാലോക നാരായണ പരാമഘ നാരായണ പരോ യോഗ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി തസ്യാഭിദൃഷ്ടുർ ഈശസ്യ കൂടസ്യ അഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദിത സത്വം രജസ്തമാ ഇതി നിർഗുണസ്യ ഗുണാശ്രയ സ്ഥിതിസർഗനിരോധേഷു ഗൃഹീതാ മായയാ വിഭോ കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയ ബധ്നന്തി നിത്യതാ മുക്തം മായിനം പുരുഷം ഗുണ. സ ഏഷ ഭഗവാൻ ലിംഗൈർ സ്ത്രീഭിർ ഏഭിർ അധോക്ഷജ സ്വലക്ഷിത ഗതിർബ്രഹ്മൻ സർവേഷം മമജേശ്വര കാലം കർമ്മസ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മന്യതിശ്ചയാ പ്രാപ്തം വിഭുഭൂഷുരുപാദതേ
കാലാത് വ്യതികര പരിണാമ സ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാ അഭൂത് മഹതസ്തു വിഗുർവാണാത് രാജ സത്വോപബൃംഹിതാത് തമപ്രധാനത്വഭവത് ദ്രവ്യജ്ഞാനക്രിയാത്മക സോഹങ്കാര ഇതി പ്രോക്ത വിഗുർവൻ സമഭൂത്വിധ വൈകാരിക സ്ഥൈജസശ്ച താമസ ചേതി യദ്ഭിദ ദ്രവ്യശക്തി ക്രിയാശക്തിർ ജ്ഞാനശക്തിർ ഇതി പ്രഭോ തസ്മാദഭിഭൂതാദിർ വിഗുർവാണാദഭൂത് നഭ തസ്യ മാത്ര ഗുണൈ ശബ്ദോ ലിംഗം യദ്ദൃശ്യദൃശ്യയോ നഭസോധ വിഗുർവാണാത് അഭൂസ്പർശ ഗുണോനില പരാന്വയാത് ശബ്ദവംശ പ്രാണ ഓജസഹോ ബലം വായോർ അഭി വിഗുർവാണാത് കാലകർമ്മ സ്വഭാവതാം ഉപപദ്യതാ തേജോ വൈ രൂപവത് സ്പൃശ ശബ്ദവത് തേജസസ്തു വിഗുർവാണാത് ആസീത് അംബോരസാത്മക രൂപവത് സ്പർശവച്ചാംഭോ ഘോഷവച്ച പരാന്വയാത് വിശേഷസ്തു വിഗുർവാണാത് അംബസോ ഗന്ധവാനഭൂത് പരാന്വയാദ്യസസ്പർശ ശബ്ദരൂപഗുണന്യത വൈകാരികാത് മനോജ്ഞേ ദേവാ വൈകാരികോ ദശ ദിഗ്വാതർക്ക പ്രചോദോഷിർ വന്യീന്ദ്രോപേന്ദ്രമിത്രക തൈജസാത് തു വിഗുർവാണാത് ഇന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധിപ്രാണസ്തു തൈജസോ ശ്രോതം തൻ ഘ്രാണദൃഗ്ജിഹ്വ വാഗ്ദോർ മേഢാംഘ്രിപായവ യദൈതോ സംഗതാഭാവോ ഭൂതേന്ദ്രിയമനോഗുണ യത് ആയതന നിർമ്മാണേ നഗശേ ഗുർബ്രഹ്മവിത്തമാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായി. ഈ ഭാഗം ഞാൻ പാരായണം ചെയ്തിരുന്നു. പിന്നെ ഭഗവാന്റെ ഒരു ലീല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് പാരായണം ചെയ്തതിന് ശേഷം മൊബൈലിൽ കുറേ വീഡിയോകളുടെ വന്നപ്പോൾ മൊബൈൽ ജാമായപ്പോൾ കുറേ വീഡിയോകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ കൂടെ ഇതും ഡിലീറ്റായിപ്പോയി. ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്ലോഡ് ചെയ്യണേക്കാളും മുമ്പ് ഇത് ഡിലീറ്റായിപ്പോയി. പക്ഷേ അപ്ലോഡ് ചെയ്തു എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റ് വന്നത്. പക്ഷേ അതുകൊണ്ട് ഇത് ഒരു തവണയും കൂടി വായിക്കാനായിട്ട് സാധിച്ചു. ഇത് ഓരോന്ന് വായിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് വായിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അത് വീണ്ടും ഭഗവാൻ ഒരു തവണ കൂടി വായിക്കാനുള്ളൊരു ഭാഗ്യം അനുവദിച്ചു തന്നു. രാധേശ്യാം. അപ്പോൾ ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്യണത്. ജനന നിരൂപണം എന്നാണ് ഇതിൽ ഈ അക്കിത്ത ഭാഗവതത്തിൽ ഈ അധ്യായത്തിൻ്റെ പേര്. അതിങ്ങനെ പാരായണം ചെയ്തു വന്നപ്പോൾ ഏകദേശം 32ഓളം ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരദൻ പറഞ്ഞു, ദേവദേവ നമസ്കാരം. ഭൂതഭാവന പൂർവജ ഉണ്ടാക്കിത്തരണേ ജ്ഞാനം ആത്മതത്വ നിദർശനം. ഏതിൽ നിന്നേതിനാൽ സൃഷ്ടം ഏതേതിൽ രൂപകം പ്രഭോ. ഏതൊന്നായതിൽ നിഷ്ടം മേ ചൊൽകാ തത്വം യഥാതഥം. ഇത് ഒട്ടിക്കറിവ് താങ്കൾ ഭൂതഭവ്യഭവൽ പ്രഭു. നെല്ലിക്ക പോൽ വാഴൂ വിശ്വം നിന്റെ കൈകളിലല്ലയോ. ഭൂതങ്ങളാല അങ്ങീ വിശ്വം നിർമ്മിപ്പൂ മായയാൽ സ്വയം. ചൊന്ന പോലെ ആരിലൂന്നിക്കൊണ്ടു ഏതറിവാലയം നീ നിന്റെ ശക്തി കൊണ്ട്
എട്ടുകാലി പോൽ തീർത്ത വാഴ്വിനെ പരാശ്രയത്തെ കൂടാതെ പാലിക്കുന്നു. വിനാക്രമം നാമരൂപ ഗുണോപേതം ഉത്തമാധമ മധ്യമം ജനിച്ചു സതസദ്വിശ്വം മറ്റൊന്നാലല്ല നിശ്ചയം. അനുഷ്ഠിപ്പു ഘോര തപസ്സെന്നിട്ടും നീ സമാഹിതൻ മറ്റൊരാൾ മീതയുണ്ടെന്നു ശങ്കിപ്പൂ ഞങ്ങളാക്ഷണം. എല്ലാം പറഞ്ഞു തന്നാലും സർവജ്ഞ സകലേശ്വര ഈശങ്കൽ നിന്നെപ്രകാരം അറിഞ്ഞു തങ്ങളപ്പടി. ബ്രഹ്മാവു പറഞ്ഞു അഭിനന്ദനമർഹിപ്പൂ വത്സ നിന്നുട സംശയം. എനിക്ക് ഭഗവത് കീർത്തി ചെയ്യുവാൻ സംഗതിയാകയാൽ ഈശൻ ഞാൻ എനിക്ക് ഉള്ളത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. അതിനാൽ ഞാൻ സൃഷ്ടി ചെയ്യൂ കാൺമീലതുകളെ ഭവാൻ. ഈശപ്രകാശത്തിനാൽ ഞാൻ വാസിപ്പിപ്പൂ ജഗത്തിനെ. അഗ്നി പോൽ താരങ്ങൾ പോലെ ആദിത്യചന്ദ്രഗ്രഹങ്ങൾ പോൽ ജഗത്തിൻ ഗുരുവായെന്നെ പറവൂ നിങ്ങളെ വരും. മാതന്മായയിൽ മോഹിച്ചിട്ടവനായി നമിപ്പു ഞാൻ. അവൻ്റെ കണ്ണിൽ പെടുവാൻ ശങ്കിച്ചിടുന്നു മായയാൽ. മുഗ്ധരായി തെളിവൂ ദുർബുദ്ധികൾ ഞാൻ എൻ്റെ എന്നിഹ. ദ്രവ്യം കർമ്മം കാലം ആത്മസ്വഭാവം ജീവനൊന്നുമേ വസുദേവേതരം വസ്തുവിനാൽ ഉണ്ടായിടാ ദൃഢം. നാരായണ പരം വേദം ദേവൻ നാരായണാങ്കജൻ. നാരായണ പരം ലോകം നാരായണ പരം അഖം. നാരായണ പരം യോഗം നാരായണ പരം തപം. നാരായണ പരം ജ്ഞാനം നാരായണ പരം ഗതി. സർവന്തര്യാമി കൂടസ്ഥൻ അവനാൽ സൃഷ്ടനാണു ഞാൻ. അവൻ്റെ കൃപയാൽ താൻ ഞാൻ സൃഷ്ടിപ്പൂതൻ വിഭാവിതം. സ്വീകരിച്ചു സത്വരജ തമസ്സെന്ന ഗുണത്രയം. സൃഷ്ടിസ്ഥിതി നിരോധാർത്ഥം മായയെ കൊണ്ടു നിർഗുണൻ. കാര്യകാരണകർത്തൃത്വം ദ്രവ്യജ്ഞാന ക്രിയാശ്രിതം. അതിനാൽ പുരുഷൻ മുക്തൻ മായയാൽ ബദ്ധനെപ്പോഴും. ബ്രഹ്മൻ സർവേശ്വരൻ തന്നെ ഭഗവാൻ ത്രിഗുണാവൃതൻ. അവൻ സ്വലക്ഷിതഗതി മമേശ്വരൻ അധോക്ഷജൻ. യദൃശ്ചയോ പ്രാപ്തങ്ങളായ കാലം ധർമ്മം സ്വഭാവവും സ്വീകരിക്കപ്പെട്ടു മായാപതിതൻ വിഭുഭൂഷയാൽ. കാലം കൊണ്ടു ഗുണക്ഷോഭം സ്വഭാവാൽ പരിണാമവും കർമാൽ മഹതത്വവും പുരുഷങ്കൽ അധിഷ്ഠിതം. തത്വോപേതം അഹം തത്വത്തിങ്കൽ പ്രഭിന്നമായി. തമപ്രധാന അഹങ്കാരം ദ്രവ്യജ്ഞാനക്രിയാത്മകം. സാത്വികം രാജസം പിന്നെ താമസം മൂന്നിനത്തിലും വളരുന്നതിനാൽ ധീമൻ അഹങ്കാരം പ്രധാനമായി. ദ്രവ്യശക്തി ക്രിയാശക്തി ജ്ഞാനശക്തിയുമായവ തമോഹങ്കാര സംജാതം. ഭൂതാദിമനഭോ ഗുണം അതിന്മാത്രഗുണം ശബ്ദം ദൃഷ്ടദൃശ്യാവബോധകം. ക്ഷോഭിക്കും വ്യോമത്തിൽ നിന്നുണ്ടായി സ്പർശഗുണാനിലൻ. പരാന്വയാൾ ശബ്ദവത്ത പ്രാണൻ രാജോബലാന്യുതൻ. കാലകർമ്മസ്വഭാവങ്ങൾ വിക്ഷോഭിച്ചു വായുവിൽ. ശബ്ദം സ്പർശം രൂപമിവയൊത്ത തേജസ്സു ജാതമായി. തേജസ്സിൻ്റെ വികാരത്താൽ അമ്പസ്സുണ്ടായി രസാത്മകം. പരാന്വയാൽ ശബ്ദരൂപ സ്പർശവത്തായിതാ ജലം. ഗന്ധർവത്താം പൃഥ്വിയും ഉണ്ടായത് അംഭോവികാരമായി. പരാന്വയാൽ രസസ്പർശ ശബ്ദരൂപഗുണാന്യതം. വൈകാരികൾ മനശ്ചന്ദ്രൻ പിന്നെ ദേവകൾ 10 പേർ. ദിഗ്വാദർക്ക പ്രജേതോശ്ചിത് വഗ്നീന്ദ്രോപേന്ദ്രമിത്രകർ.
ബുദ്ധിയും പ്രാണനും തേജഫലമായതു കാരണം 10 ഇന്ദ്രിയങ്ങളെ തേജക്ഷോഭം നിർമ്മിച്ചു ജിഹ്വയും ത്വക് ദീർഘാണങ്ങൾ ചെവിയും കൈകാൽ വാക്ക് വായുമേഢവും ചേരേണ്ടപടി ചേരാത്ത ഭൂതേന്ദ്രിയ മനസ്സുകൾ ബ്രഹ്മാണ്ഡ രൂപ സംസൃഷ്ടി അവയ്ക്കാകാതെ കിടക്കവേ ഭഗവത് ശക്തിയാൽ സൂക്ഷ്മ സ്ഥൂലഭാവം ഗ്രഹിച്ചവ ഇണങ്ങി നിന്നു സമഷ്ടി വിഷ്ടിരൂപം വരിക്കയായി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ. അപ്പോൾ ഭാഗവതം 5-ാം അധ്യായമാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായത്തെ പറ്റിയിട്ട് ഇവിടെ വിട്ടുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിലെ 5-ാം അധ്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗവതത്തിൽ പറയണത് ജനന നിരൂപണം എന്നാണ് അക്കിത്ത ഭാഗവതത്തിൽ അതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. നാരദരെ ചോദിക്കുകയാണ് ബ്രഹ്മാവിനോട്. അതായത് നാരദമുനിയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കാൻ എപ്പോൾ ജനിച്ചു എന്ന് പറയാൻ പാടില്ലാത്ത വിധം അനാദിയും ദേവന്മാർക്ക് ദേവനും ആയിരിക്കുന്ന ബ്രഹ്മദേവ, നിന്തിരുവടിക്ക് ഞാനിതാ നമസ്കരിക്കണു. ആത്മസ്വരൂപത്തെ വ്യക്തമായിട്ടറിയാൻ ആ സാധനാഭൂതമായിരിക്കുന്ന ജ്ഞാനം എന്താണോ അതെനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുക. ആത്മജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് ഈ ലോകം തന്നെയാണെന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് ലോകതത്വത്തെ അറിയാൻ ആഗ്രഹിച്ച നാരദൻ ചോദിക്കുകയാണ് ഭഗവാനോട്, ഈ പ്രപഞ്ചത്തെ ഈ വിധം സൃഷ്ടിച്ചത് ആരാണ്? ആരെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഇരിക്കുന്നത്? ആരാലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആരിലാണ് ഇത് ലയിക്കുന്നത്? ഇതിന് ആർക്കാണ് ഈ പ്രപഞ്ചത്തിൽ സ്വാധീനമുള്ളത്? ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം എന്താവണു? അതിൻ്റെ പരമാർത്ഥത്തെ എനിക്ക് പറഞ്ഞു തരണം. ഉണ്ടായതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനും ഇനി ഉണ്ടാവാൻ പോകുന്നതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പ്രഭുവായിരിക്കുന്ന അത് അങ്ങ് തന്നെയാണ്, ബ്രഹ്മദേവനാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രപഞ്ചം അങ്ങയുടെ ആ വിശേഷജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് അങ്ങയുടെ ഉള്ളിലിരിക്കുന്ന അങ്ങയുടെ ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെയാണ് ഇതിനെ ഞാൻ അങ്ങനെയാണ് ധരിച്ചു ഇരിക്കുന്നത്. പക്ഷേ ആദിയിൽ നിന്ന് ഉണ്ടായത് അങ്ങ് എവിടെ നിന്നാണ് ഉണ്ടായത്? അങ്ങനെയുണ്ടല്ലോ, ഈ ബ്രഹ്മദേവൻ ബ്രഹ്മദേവനാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ ബ്രഹ്മദേവൻ്റെ ഉത്ഭവസ്ഥാനം എവിടുന്നാണ് എന്ന് പറയണം. അത് ഈ ലോകസൃഷ്ടിക്ക് വേണ്ടുന്ന ആ അറിവ്, ലോകം സൃഷ്ടിക്കണം, ഇതുപോലെ സൃഷ്ടികർമ്മങ്ങൾ നടത്തണം എന്നുള്ളൊരു അറിവുണ്ടായിട്ടാണല്ലോ അങ്ങതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. ആ അറിവ് എവിടെ നിന്നാണ് സമ്പാദിച്ചത്? അങ്ങേക്ക് ആധാരമായിട്ട് അങ്ങും തപസ് ചെയ്തു എന്ന് പറഞ്ഞു. ധാരാളം തപസ് ചെയ്തു സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് ആരെയാണ് തപസ് ചെയ്തത്? അങ്ങക്ക് ആരാണ് ആധാരം? അങ്ങ് ആരെയാണ് നമസ്കരിക്കുന്നത്? അങ്ങയുടെ ആ പരമാർത്ഥ രൂപം എന്താണ്? അപ്പോൾ ഏകനായ നിന്തിരുവടി ആത്മശക്തി കൊണ്ട് ജനിപ്പിച്ച ഈ ഭൂമിയാദി ഭൂതങ്ങളെയും പ്രാണിവർഗങ്ങളെയൊക്കെ അങ്ങാണ് സൃഷ്ടിക്കുന്നത്. എന്നാലും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ വിധം ഒരു ചോദ്യം ചോദിച്ചത്. അങ്ങ് തപസ് കഴിഞ്ഞാൽ അങ്ങയിൽ നിന്ന് വേറിട്ട് എന്തായാലും ഒന്നുണ്ടാവും, അതിനെയല്ലേ തപസ് ചെയ്യണേ. അപ്പോൾ 8കാലി എന്ന പ്രാണി തന്നിൽ നിന്ന് ജനിപ്പിച്ച ഒരു തരം പശ കൊണ്ടാണ് അതിൻ്റെ വല കെട്ടിയുണ്ടാക്കേണ്ടത്. അതുപോലെ അങ്ങേ കഷ്ടം കൂടാതെ അങ്ങയുടെ ആ സ്വശക്തിയിൽ നിന്ന് ഭൂതങ്ങളെ ജനിപ്പിച്ചു. അപ്പോൾ എന്നുള്ളത് അങ്ങയിൽ അങ്ങനെയാണ് അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണേന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ആ ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇതിൽ ഈ വിശ്വത്തിൽ ഉത്തമമായതുണ്ട്, മധ്യമമായതുണ്ട്, അധമമായതുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് അതിൽ മനുഷ്യരുണ്ട്, ദേവനുണ്ട്, പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്, 2 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, രൂപഭേദങ്ങളുള്ള ആ 2 കാലിൽ തന്നെ വെളുപ്പ് കറുപ്പ് അങ്ങനെയുള്ള നിറ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഇതൊക്കെയുണ്ട്. ഒരു വസ്തുവിനോട് തുല്യം, എല്ലാം
ഒന്നിൽ നിന്ന് ഒന്ന് വേറിട്ടിട്ടാണ്, ഒരുപോലെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാം നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയണമുണ്ട്. അപ്പോൾ ഒന്നിൽ നിന്ന് വരുമ്പോൾ എല്ലാത്തിനും ഒരേ ഗുണങ്ങൾ, ഒരേ സ്വഭാവങ്ങൾ, ഒരേ ആകൃതി അങ്ങനെയൊക്കെയല്ലേ വരേണ്ടത്. പക്ഷേ ഇത് എല്ലാം ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം അങ്ങാണ്, സർവപ്രപഞ്ചത്തിനും നാഥൻ അങ്ങാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഏകാഗ്രചിത്തനായിട്ട് തപസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങയ്ക്കും തപസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങയ്ക്കും ഉപരിയായിട്ട് ഒരു ശക്തി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാം വേണ്ടതുപോലെ പറഞ്ഞു തരണേ എന്ന് പറയണു. അപ്പോൾ ബ്രഹ്മാവ് പറയാണ്, ഈ ചോദ്യം വളരെ ആദരപൂർവമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ ചോദ്യം ലോക നന്മയ്ക്കുള്ള ചോദ്യമാണ്. ഇപ്പോൾ നാരദരെ, നീ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെയാണ് ചോദിച്ചത്. പലർക്കും ഇതേ സംശയമുണ്ടോ, പക്ഷേ ആരും അത് ചോദിച്ചില്ല. പക്ഷേ ധൈര്യപൂർവ്വം ചോദിച്ചുല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. ആ പരമപുരുഷൻ പിന്നെ മാത്രമല്ല, ഇത് ചോദിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്താണ്, പരമപുരുഷൻ്റെ വീര്യത്തെയും പരാക്രമത്തെയും മഹിമയെയും ഒക്കെ പറ്റി പറയാൻ ഒരു അവസരം എനിക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ അതും ഭാഗ്യമാണ്. ഈശ്വരനെ പറ്റി പറയുക, കേൾക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ സുഹൃതം. അപ്പോൾ അതിന് എനിക്ക് സാധിച്ചുല്ലോ. ആ കാരുണ്യം, അത് ഭഗവാന്റെ കാരുണ്യത്താൽ എനിക്കും അതിന് സാധിച്ചു. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാണ്. എന്നെ ഈശ്വരനാണെന്ന് കരുതി പറഞ്ഞത് അസത്യമൊന്നുമല്ല. കാരണം ഏതൊരു പരമപുരുഷൻ നിമിത്തമാണോ എനിക്ക് ഇത്രത്തോളം പ്രഭാവം സിദ്ധിച്ചിരിക്കുന്നത്, അവനെ അറിയാണ്ടുള്ള നിൻ്റെ പ്രവചനം ബുദ്ധിപൂർവം പറയുന്നതായിട്ടുള്ള അതല്ല. കാരണം എൻ്റെ ഉള്ളിലും ഇരിക്കണത് ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നിൻ്റെ സങ്കല്പം നീ അറിവില്ലായതുകൊണ്ട് പറഞ്ഞതായാലും അത് സത്യം തന്നെയാണ്. എൻ്റെ ഉള്ളിലും ആ ചൈതന്യം തന്നെയാണ് എന്നെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ പരമപുരുഷൻ ആരെന്നുള്ള ആ ചോദ്യത്തിന് പറയണേ, ഏതൊരു ദേവനാൽ ആ സ്വയം പ്രകാശത്താൽ ആദ്യമായി പ്രകാശിപ്പിക്കപ്പെട്ട ഈ ലോകത്തിലെ അശ്വതി മുതലായിട്ടുള്ള 27 നക്ഷത്രങ്ങൾ, സൂര്യാദിഗ്രഹങ്ങൾ, ഇതര നക്ഷത്രങ്ങൾ, അതുപോലെ ചൈതന്യപ്രകാശിതമായ വസ്തുക്കളെ അവരുണ്ടല്ലോ, ചൈതന്യപ്രകാശിതമായ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഞാനിതാ സൃഷ്ടി വ്യാപാരത്തിൽ, അതായത് ചന്ദ്രന് സ്വയം പ്രകാശമില്ല. ചന്ദ്രൻ്റെ പ്രകാശം എങ്ങനെയാണ്? സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രനുള്ളത്. സൂര്യൻ്റെ ആ പ്രകാശത്തെ ഏറ്റുവാങ്ങിയിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് എന്നതുപോലെ ഞാനും അങ്ങനെയാണ്. അപ്പോൾ ആ സ്വപ്രകാശത്താൽ സ്വയമേവ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരമപുരുഷൻ ആണ്. ആ പരമപുരുഷനെ സൂര്യാദി ഗ്രഹങ്ങളൊന്നും പ്രകാശിപ്പിക്കുന്നില്ല. ആ പരമപുരുഷൻ്റെ പ്രകാശത്തിൽ നിന്നാണ് സൂര്യാദി ഗ്രഹങ്ങൾക്കൊക്കെ പ്രഭ ഉണ്ടാവണത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരമമായിട്ടുള്ള ആ പരമപുരുഷനെ ആശ്രയിച്ചിട്ടാണ് സർവ്വലോകവും പ്രകാശിക്കുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? ഈ പരമപുരുഷൻ തന്നെയാണ് എന്ന് പറയുന്നു. യാതൊരുവനും ആർക്കും ജയിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു മായയിൽ മോഹിതരായിട്ട് നീ മോഹിച്ചതുപോലെ എല്ലാവരും ആ ഒരു മഹാപുരുഷൻ്റെ മായയിൽ മോഹിതരായിട്ട് എന്നെ ലോകകാരനെന്ന് പറയണ്ടല്ലോ, ആ ഭഗവാനായ വാസുദേവനായിക്കൊണ്ട് ഞാനിതാ നമസ്കാരം ചെയ്യുന്നു. നിങ്ങളൊക്കെ അറിവില്ലായ്മ കൊണ്ട് ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്നത്. ഞാനല്ല. എൻ്റെ ഉള്ളിൽ എനിക്കും അധിഷ്ഠാനമായിട്ട് ഇരിക്കണ ആ ഭഗവാനാണ്. ആ ഭഗവാനായിട്ട് വാസുദേവൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. വാസുദേവൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള ആ ദേവൻ, ആ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണം. അതുപോലെ ഭഗവാന്റെ കണ്ണുകൾക്ക് മുമ്പാകെ നിൽക്കാൻ ജ്വലിക്കുന്ന മായയാൽ മോഹിക്കപ്പെട്ട ദുർബുദ്ധികൾ എൻ്റേത്, ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്യണു. ഓരോ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ചെയ്യണു, ഇതൊക്കെ എൻ്റെയാണ് എന്നുള്ള ഭാവത്തിൽ മായ കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ആ മായയുടെ കാപട്യം ഭഗവാന് മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അത് മനസ്സിലാവുകയില്ല എന്ന് പറയണു.
അപ്പോൾ ആ ഭഗവാൻ, ആ സാക്ഷാൽ ആ പരമാത്മാവുണ്ടല്ലോ, പരമപുരുഷൻ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ആ മായ കൊണ്ട് മോഹിക്കപ്പെടുന്നവരാണ് എന്ന് പറയണു. തന്നെ കൂടാതെ അന്യനായിട്ട് സാക്ഷാൽ ആ പരമേശ്വരനുണ്ട് എന്ന് ആ ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ലോകസൃഷ്ടിക്ക് ഉപദാനദ്രവ്യങ്ങളായിട്ടുള്ള മഹാഭൂതങ്ങൾ, ജന്മാദികൾക്ക് കാരണമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ഫലങ്ങളെ കൊടുക്കാനുള്ള ശക്തിയുടെ ആ പരിപക്വാവസ്ഥരൂപമായിട്ടുള്ള കാലം, ആ കർമ്മത്തിൻ്റെ പരിണാമത്തിന് ഹേതുവായ സ്വഭാവം, അതിനാലുണ്ടാകുന്ന സുഖദുഃഖാദി ഫലങ്ങൾ, ഇതൊക്കെ ജീവൻ അനുഭവിക്കുകയാണ് ചെയ്യണത്. ആ ഭഗവാൻ വാസുദേവൻ ഇതിനെല്ലാം അടിസ്ഥാനം ആരാണ്? ആ ഭഗവാൻ വാസുദേവൻ തന്നെയാണ്. വാസുദേവനെ കൂടാതെ അന്യമായ ഒരു വസ്തുവും ഇവിടെ ഇല്ല. ആ സത്യത്തെ ആശ്രയിക്കാണ്ട് ഒന്നിനും നിലനിൽപ്പില്ല. വേദങ്ങൾ ആ നാരായണ തത്വത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അത് നാരായണ സംബന്ധിയായിട്ട് തീരണു. ദേവന്മാർ നാരായണൻ്റെ അംശത്തിൽ നിന്നുണ്ടായവരാണ്. സ്വർഗാദി ലോകങ്ങൾ നാരായണനിലാണ് ഉണ്ടായിരിക്കുന്നത്. യാഗങ്ങൾ നാരായണനെയാണ് ചേർന്നവയാണ് യാഗങ്ങൾ. അതുപോലെ എല്ലാ വിധത്തിലും ജ്ഞാനത്തിൻ്റെ ഫലമായ ഗതിയും നാരായണൻ തന്നെയാണ്. അപ്പോൾ സർവവും നാരായണൻ തന്നെയാണ് എന്നതാ പറയണു. ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സർവസ്വരൂപനും എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന നിർവികാര സ്വരൂപനും ഈശ്വരനുമായ അവൻ്റെ കടാക്ഷത്താൽ പ്രേരിപ്പിതനായിട്ടാണ് ഈ സൃഷ്ടിയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വര ഇച്ഛ എന്നിലൂടെ പുറത്തേക്ക് വരണു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളോടും ഓരോരുത്തരോടും ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മവും പ്രവൃത്തിയൊക്കെ ഈശ്വരേച്ഛ നമ്മിലൂടെ വന്നു ചേരുകയാണ്. ഞാൻ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ച്യുതി സംഭവിക്കും. കർമ്മങ്ങൾക്കൊക്കെ ച്യുതി സംഭവിച്ചാൽ അത് കർമ്മ പ്രാരാബ്ധമായിട്ട് തീരും. അപ്പോൾ ആ കർമ്മ പ്രാരാബ്ധങ്ങളെ അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കേണ്ടി വരും. ഈ ബ്രഹ്മാവ് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഭഗവാനാണ്. നമ്മിലൂടെ എന്തൊക്കെയാണോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ആ ഈശ്വരേച്ഛ അനുസരിച്ചാണ്. നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഈശ്വരേച്ഛയാണ്. ഇതൊക്കെ കർമ്മത്തിന് അടിസ്ഥാനപരമായിട്ട് കാലം നമുക്ക് കരുതി വച്ചതാണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കർമ്മപ്രാരാബ്ധങ്ങളിൽ ചെന്ന് പെടേണ്ടി വരില്ല. മഹാഭൂതങ്ങൾ, ദേവതകൾ, ഇന്ദ്രിയങ്ങൾ, ഇവയ്ക്ക് കാരണമായിരിക്കുന്ന 3 ഗുണങ്ങളും മായാതീതനായ പരമാത്മാവ് അതിൽ നിന്ന് മുക്തനാണെങ്കിലും ആ മായ ജീവനെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 താപങ്ങളിൽ അകപ്പെടുത്തിയിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഏറ്റവും മഹിമയുള്ള ആ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആ ഭഗവാനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, അല്ലേ? പലപ്പോഴും നമുക്ക് നമ്മുടെ ഇടയിൽ ഇപ്പോൾ പറയും അധികം പേർക്കും ആ ഭഗവാനിൽ ഒരു പ്രേമഭക്തി ഇല്ലാത്തത്. ഭഗവാൻ ഇല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി തന്നെയാണ്. ഇല്ലാത്തതിനെ കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് മറ്റുള്ളവർക്കൊക്കെ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയില്ല. ഓരോന്നിനെയൊക്കെ അതിശയോക്തി കലർന്ന രീതിയിൽ പലതും കാട്ടിക്കൂട്ടുകയാണ്. അതൊക്കെ എന്തിനാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അതൊക്കെ ആ ഭഗവാനിൽ നിന്ന് അകലാനേ കാരണമുള്ളൂ. യഥാർത്ഥമായിട്ട് ഈശ്വരനോട് അടുക്കണം എന്നുള്ള ജീവൻ അത് അടുക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ മാധ്യമം, പ്രത്യേകിച്ച് ഈ AI പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അത് നല്ല രീതിയിലും ചീത്ത രീതിയിലും ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ പലപ്പോഴൊക്കെ കാണാം, ചില അമ്പലത്തിൻ്റെ മുമ്പിൽ ആ ഭഗവാൻ ആകാശത്ത് തെളിഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു. അതുപോലെ ഗണപതി ഹോമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ആ അഗ്നിയിൽ തെളിഞ്ഞു, അങ്ങനെ നിന്നു, എല്ലാവരും കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പ്രചരണങ്ങളൊക്കെ നടത്തി
ട്ട് അതിനെ വല്ലാണ്ട് വിപുലീകരിക്കണവരൊക്കെ ധാരാളം നമുക്ക് കാണാം. ഓരോ ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടായി, ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതിൽ ആകൃഷ്ടനായിട്ട് ഓരോരുത്തരും അവിടേക്ക് എത്തും. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയുള്ള ആ അനുഭവം തങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ്. പക്ഷേ ഓരോ അനുഭവവും ഓരോ ജീവൻ്റെയും കർമ്മത്തിനനുസരിച്ച് അവരുടെ അതിനനുസരിച്ച് നമ്മളെപ്പോലെ ഇതിൽ പറയണില്ലേ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനാണ് ഭഗവാൻ. ഇന്ദ്രിയങ്ങളെ കൊണ്ട്, കണ്ണിനെ കൊണ്ട് കാണണം, ചെവിയെ കൊണ്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിനെ കൊണ്ട് കാണാൻ ഭഗവാന്റെ അതിസുന്ദരങ്ങളായ രൂപങ്ങളെ ഇവിടെ നമുക്ക് കൃഷ്ണൻ്റെ പല വിഗ്രഹങ്ങൾ ഇവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. അതിലൂടെ കണ്ട് ഇതാണ് എന്ന രീതിയിൽ ആ ഒരു ദർശനത്തിലൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്നത്. ചെവിയിലൂടെ ഭഗവാന്റെ ആ കഥകളെ കേട്ട് ഭഗവാന്റെ നാവ് കൊണ്ട് ഭഗവാന്റെ ആ നാവിനെ പാടിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഭഗവാന്റെ കൃഷ്ണനിലേക്ക് അല്ലെങ്കിൽ സാക്ഷാൽ ആ ബ്രഹ്മത്തിലേക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിന് ശ്രീകൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കണു അല്ലേ. അപ്പോൾ ആ ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് നമുക്ക് അടുക്കാൻ, കൃഷ്ണ അനുഭവം ഉണ്ടാവാനൊക്കെ കാരണം അങ്ങനെ പറ്റുള്ളൂ. അത് എന്തു ചെയ്യണം? നമ്മളുടെ ആ പരമമായ ഒരു പ്രേമം, ആ ഭഗവാനോട് അടങ്ങാനാവാത്തൊരിഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് ചെയ്യണം. അപ്പോഴാണ് അപ്പോൾ ആ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളുടെ മുമ്പിൽ ഭഗവാൻ പലപ്പോഴും വന്നു ചേരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാരണം ഈ മാംസചക്ഷുക്കളെ കൊണ്ട് നമുക്ക് കാണാനുള്ള പവർ ഈ കണ്ണുകൾക്ക് വന്നിട്ടില്ല. ആ പവർ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും നീങ്ങണം. ഇപ്പോൾ നമ്മൾ പുരാണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ആ ഭഗവാനെ നേരിട്ട് കണ്ട മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. വില്യമംഗലം സ്വാമിയാരുണ്ടായിട്ടുണ്ട്, പൂന്താനം മുത്തച്ഛൻ കണ്ടിട്ടുണ്ട്, കുറൂരമ്മ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ ഈശ്വരനെ ഉപാസിച്ച് ആ മാലിന്യങ്ങൾ ശരിക്കും ആ സ്വയം പ്രകാശിതനായിട്ട് ആത്മാവായിട്ടിരിക്കണം ഭഗവാൻ. സ്വയമായിട്ട് പ്രകാശിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ പ്രകാശത്തെ അറിയാത്തത് അതിൻ്റെ മുകളിൽ ആ മാലിന്യങ്ങൾ വന്ന് മൂടിയത് കൊണ്ടാണ്. അപ്പോൾ ആ മനോമാലിന്യങ്ങളെ നീക്കി ജപത്തിലൂടെയും ശ്രവണത്തിലൂടെയും സത്സംഗത്തിലൂടെയൊക്കെ ഇരുന്നിട്ട് ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെ നീക്കി മനസ്സ് പരിപൂർണമായിട്ട് ശുദ്ധമാകുമ്പോൾ ലൗകികമായ ഒന്നിനും ആ മനസ്സ് ഏകാഗ്രമായിട്ട് ഭഗവാൻ മാത്രമായിട്ട് തീരും. ആ മനസ്സിൽ ലൗകികമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കാണ്ട് വരും ഈശ്വരനോട് ഭക്തി കൂടുമ്പോൾ. നമ്മളൊക്കെ കുറൂരമ്മയുടെയും പൂന്താനം മുത്തച്ഛൻ്റെയൊക്കെ കഥകൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കഥകൾ കാണുക? കുറൂരമ്മ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. കുറൂരമ്മയ്ക്ക് ദുഃഖങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു. കുറൂരമ്മയുടെ കല്യാണം കഴിഞ്ഞ് ഇല്ലത്ത് ചെന്നപ്പോൾ കരച്ചിൽ, എല്ലാവരും ദ്രോഹിക്കണു, എല്ലാവരും ബുദ്ധിമുട്ടിക്കണു. ഭർത്താവ് അകാലത്തിൽ മരിച്ചു പോണു, എല്ലാവരും ഉപേക്ഷിച്ച് പോണു. തന്നെത്താനായി ദുഃഖത്തിൻ്റെ ഒരു മൂർത്തിഭാവമായിട്ട് കുറൂരമ്മ. പക്ഷേ കുറൂരമ്മയുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചിലവർ കുറൂരമ്മയുടെ കഥയൊക്കെ പറയണേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രിയം. അപ്പോൾ അതില്ലാണ്ടായാൽ നമുക്ക് ദുഃഖം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കണ്ണുകളെ വച്ചിട്ടാണ് നമ്മളിതൊക്കെ അളക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് കുറൂരമ്മയ്ക്ക് ദുഃഖം എന്ന് പറയുന്നത്. കുറൂരമ്മയ്ക്ക് എല്ലാം ഈശ്വര നിയോഗം പോലെയാണ്. 14-ാം വയസ്സിലൊരു വിവാഹം, അതും 40 വയസ്സ് 41 വയസ്സുള്ള ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് വെച്ചപ്പോഴും അത് ഈശ്വരേച്ഛ പോലെയാണ് കരുതിയത്. അവരെ പരിചരിക്കലും ആ ഗൃഹത്തിൽ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തനിക്ക് ഭഗവാൻ നൽകിയ ഒരു ഇത് ചെയ്യണമെന്ന് തൻ്റെ നിയോഗമാണ്. ആ നിയോഗം ചെയ്തുകൊണ്ടിരുന്നു. ആ കർമ്മങ്ങൾ തൻ്റെ നിയോഗമാണ്, അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മനസ്സെപ്പോഴും എവിടെയായിരുന്നു? ഭഗവാനോട് കൂടിയായിരുന്നു. ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈശ്വര പൂജ ചെയ്തുകൊണ്ട് ഓരോ പ്രവൃത്തി ആ ശരീരം ശുദ്ധി വരുത്തുന്നത് വരെ ഈശ്വരന് വേണ്ടിയിട്ടാണ്. ഈശ്വര പൂജ എന്നുള്ള നിലയ്ക്കാണ് സ്വയം ആ ശരീരശുദ്ധി വരുത്തുന്നത് വരെ ഈശ്വര പൂജയായിട്ടാണ് കുറൂരമ്മ കണ്ടിരുന്നത്. ആ ഗൃഹത്തിലെ ഓരോ ജോലി ഈശ്വര പൂജയായിരുന്നു. അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുമ്പോൾ ഭഗവാന്റെ ഗൃഹമാണ് അടിച്ച് വൃത്തിയാക്കണത്. ആഹാരം പാകം ചെയ്യുമ്പോൾ ഭഗവാന് വേണ്ടിയാണ് ആഹാരം പാകം ചെയ്യണത്.
ആ ഭഗവാന് നിവേദിച്ച നൈവേദ്യം മാത്രമേ കഴിക്കുകയുള്ളൂ. എല്ലാം ഭഗവാന് വേണ്ടിയാണ്. ഉണ്ണുന്നതും ഉറങ്ങുന്നതും കുളിക്കുന്നതും നടക്കുന്നതും എല്ലാം ഈശ്വരന് വേണ്ടിയാണ്. ഒരുപാട് പേര് ആ പ്രവൃത്തിയെ കുറൂരമ്മയെ ഒരുപാട് പേര് ഇല്ലത്തുള്ളവർക്കൊന്നും, കാരണം ലൗകികമായിട്ടുള്ള അതിൽ പെട്ട് കിടക്കണവർക്കൊന്നും ഇതൊന്നും വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അവരുടേതായ ലൗകിക സുഖത്തിന് എതിരായിട്ട് നിൽക്കുമ്പോൾ അതിനൊക്കെ എതിർത്തു എന്ന് വരും. അതൊക്കെ ആ എതിർപ്പുകളൊന്നും പക്ഷേ കുറൂരമ്മയെ ബാധിച്ചിരുന്നില്ല. കുറൂരമ്മയെ ബാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ കഥകളിൽ കാണുന്നിങ്ങനെ ഇവരൊക്കെ ചീത്ത പറയുമ്പോൾ കുറൂരമ്മ പോവും കൃഷ്ണൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരയും, എനിക്കത് വേണ്ടി വന്നുല്ലോ കണ്ണാ, നിന്നെ നമ്മളങ്ങനെയാണ് ചെയ്യുക, നാമം ജപിച്ചിട്ട് ഇങ്ങനെ വന്നുല്ലോ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ നമുക്കറിയണ ഒരു കാര്യം അതേ ഉള്ളൂ. അപ്പം നമുക്കറിയണ കാര്യം നമ്മളെപ്പോലെ തന്നെ അവരെ പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളുള്ളത് അവരിൽ ആരോപിക്കുക ചെയ്യേണ്ടത്. പക്ഷേ അവരൊക്കെ എത്രയോ ആ തലത്തിൽ, ആ ജീവൻ്റെ തലമൊക്കെ അങ്ങനെയായിരുന്നു. അത് ആ ജീവൻ്റെ കർമ്മപ്രാരാബ്ധം കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ ആ ജീവൻ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്നാലും ആ മനുഷ്യൻ്റെ ഈശ്വരനെ മാത്രം ഭജിച്ചുകൊണ്ട് ഈശ്വരനിൽ മാത്രം മനസ്സ് വെച്ചത് എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് എപ്പോഴും ആ ഭഗവാനെ മാത്രം ഇച്ഛിച്ചു കൊണ്ടിരുന്നാൽ ഈ ഒരു മനുഷ്യജന്മം കൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും. മാംസമായ ചക്ഷുസ്സുകളെ കൊണ്ട് തന്നെ ആ ഭഗവത് ദർശനം സാധ്യമാവും എന്ന് നമുക്ക് കാണിച്ചു തരാനായിരിക്കും ആ മഹാത്മാക്കളൊക്കെ നമ്മുടെ മുമ്പേ വന്ന് നടന്നു പോയത് അല്ലേ. നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. അതൊക്കെയാണ് വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും പറയും, അവിടെ അവിടെ നിധിവനത്തിൽ ഇപ്പോഴും പല സ്ഥലത്തും രാസക്രീഡ നടക്കുന്നുണ്ട്. പക്ഷേ നിത്യരാസം നടക്കുന്ന നിധിവനത്തെ പറ്റി പറയണ്ടേ. ആ നിധിവനത്തിൻ്റെ അവിടേക്കുള്ള വീടുകളുടെ ജനവാതിലുകളൊക്കെ എപ്പോഴും അടഞ്ഞേ കിടക്കുള്ളൂ, അത് തുറന്നിടാറില്ല എന്ന് പറഞ്ഞു. അവിടെ എപ്പോഴും രാസം ആടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയണു. പക്ഷേ നമുക്ക് ആ രാസം കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എന്താ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ ആ കണ്ണിന് ആ പവർ നമുക്ക് കാണാൻ പറ്റണ ശക്തിക്കൊരു ഇതുണ്ട്. അപ്പോൾ ഏത് വെളിച്ചമായാൽ പോലും ശരി, അതിശക്തമായ ഒരു പ്രകാശം കണ്ണിലേക്ക് അടിച്ചാൽ ഒരു പക്ഷേ കണ്ണ് കാണാണ്ടാവുമല്ലേ. ഇടിമിന്നലൊക്കെ വല്ലാണ്ട് ശക്തിയിൽ വന്നാൽ നമ്മുടെ കണ്ണ് കാണുമോ? നമുക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരും. അതുപോലെ തന്നെയാണ് ആ ഈശ്വരൻ്റെ ആ പ്രഭാവത്തെ താങ്ങാനുള്ളൊരു കരുത്ത് ഈ കണ്ണിനില്ല. നമ്മുടെ ആ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം അങ്ങനെ ഒരു കരുത്തിൽ വരണമെങ്കിൽ അത് ആ തപസ്സിൻ്റെ കരുത്ത് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ മാംസചക്ഷുകളെ കാണാൻ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. പക്ഷേ നമുക്കൊക്കെ ഈശ്വരാനുഭവം ഉണ്ടാവുക എന്താ, ആരുടെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ. ഒരിക്കൽ ഒരു ടീച്ചർ പറഞ്ഞ ഒരു കഥയല്ല, ഒരനുഭവം. കഥ എന്നൊന്നും കഴിഞ്ഞാൽ കഥയായി, അതാണ് കഥ എന്ന് പറയണത്. ഒരനുഭവം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ആ ടീച്ചർ പറഞ്ഞ ഒരനുഭവം. ആ ടീച്ചർ ഇരിങ്ങോൾക്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കണത്. അപ്പോൾ അവർക്ക് ഒരു തവണ ആ കോവിഡ് കാലത്തായിരുന്നു എന്ന് തോന്നുന്നു. അത് കോവിഡ് വെച്ചാൽ അത്രയും ഇതായാലും അമ്പലമൊന്നും അടച്ചിട്ടില്ല, എന്നാലും ഏകദേശം ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. കോവിഡിന് തൊട്ട് മുമ്പാണോ അതോ കോവിഡിന് ശേഷമാണോ എന്ന് നിശ്ചയമില്ല, ഓർമ്മയില്ല. അവർ ഒരു ദിവസം ഈ ടീച്ചർ എന്നെ വിളിക്കുകയാണ്. ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഒരുപാട് വിളിക്കുമ്പോഴേ തന്നെ കരഞ്ഞും കൊണ്ടാണ്, രാധേശ്യാന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ടാണ് വിളിക്കണേ. എന്താ ടീച്ചറെ കരയണേ, എന്താ ഉണ്ടായി, എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, എന്നാലും സുദർശനാമ്മ എന്നോട് ഇങ്ങനെ ചെയ്തുല്ലോ. അപ്പോൾ ഞാൻ ചെയ്യോ, ഞാൻ എന്താ ചെയ്തത്? ഞാനെന്ന് വെച്ചാൽ ഈ ടീച്ചറെ അറിയാം, വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഫോണിലൂടെയൊക്കെ വിളിച്ച് വർത്തമാനം പറയാറുണ്ടെന്നുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? എന്നാലും ഒരിത്തിരി നേരം എനിക്ക് വേണ്ടി കാത്തു നിന്നില്ലല്ലോ, എന്നെ കാണാണ്ട് സുദർശനാമ്മ പോയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ കാത്തു നിൽക്കണോ, എവിടെ കാണുന്ന കാര്യമാണ് പറയണേ, എന്താ പറയണേന്ന് ചോദിച്ചു. ഗുരുവായൂർ ഇന്നലെ അവർക്ക് പറയാൻ പറ്റണില്ല. ഇന്നലെ ഗുരുവായൂർ വന്നിട്ട് ഇന്നലെ ഞാൻ ഗുരുവായൂർ വന്നില്ലല്ലോ ടീച്ചറെ. അപ്പോൾ പറഞ്ഞു, എന്നോട് എന്തിനാ അങ്ങനെ കള്ളം പറയണേ ടീച്ചർ? അപ്പോൾ സുദർശനാമ്മ വിചാരിക്കണ പോലെ ഒന്നല്ല, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്,
ഞങ്ങളെയൊക്കെ കാത്തു നിൽക്കാനൊന്നുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അതിനിങ്ങനെ കളവ് പറയണ്ട കേട്ടോ, എന്നെ കണ്ടില്ല എന്ന് വന്നില്ല എന്ന് പറയരുത്, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് കണ്ടതല്ലേ. എനിക്ക് അത്ഭുതമായി, ടീച്ചർ എന്താ ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർക്ക് ഗുരുവായൂർ അടുത്തുള്ള ഒരു സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആ പേപ്പർ റിവാലുവേഷന് പോയതാണ് ടീച്ചർ. അവിടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ റിവാലുവേഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വൈകി. അന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഈ ഉച്ചയ്ക്ക് രാത്രിയാണ്. അന്നവിടെ ആൾക്കാരെയൊക്കെ ക്ലോസ് ചെയ്തു, ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞു. തൊഴാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്, അവിടെ ക്യൂ അടച്ചു. എന്നാൽ നേരം വൈകിയൊക്കെ അവിടെ അകത്ത് വന്ന് നിന്ന് വല്ലാണ്ട് കരയുക ടീച്ചർ. ആ കൊടിമരത്തിൻ്റെ അവിടെ ചെന്നൊന്ന് ഇത്രയും ആഗ്രഹിച്ച് വന്നിട്ടും എന്നെ ഒന്ന് കടത്തിയില്ലല്ലോ ഭഗവാനെ, എന്നെ ഒന്നും ഉള്ളിലേക്ക് കടത്തിയില്ലല്ലോ ഭഗവാനെ, ഒരു ദർശനം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടീച്ചർ ഗംഭീര കരച്ചിൽ. അപ്പോൾ അവിടേക്ക് ടീച്ചർ പറയണത് സുദർശനാമ്മ വന്നു എന്നാണ് പറയണത്. വന്നിട്ട് ചോദിച്ചു എന്തിനാ അങ്ങനെ കരയണേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ സുദർശനാമ്മയെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം. അവൻ അമ്മയെ ഞാനൊന്ന് ഭഗവാനെ തൊഴാൻ കരുതി വന്നിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനോട് അവിടെ നിൽക്കുന്ന ആളോട് എന്തിനാ അത് തടഞ്ഞു വെച്ചേക്കാൻ, കടത്തി വിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വാതിൽ തുറന്നു കൊടുത്തു, അവരകത്ത് പോയി തൊഴുതു. ഇതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനൊരു ചുവന്ന സാരി ഉടുത്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് അത്ഭുതമായിട്ട് കേട്ടിരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഞാൻ ആ ഗുരുവായൂർക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടെ ആരുമല്ല, നമ്മളൊക്കെ പറഞ്ഞാൽ വാതിൽ തുറക്കുകയൊന്നുമില്ല. എന്തോ അവർക്ക് അത്രയും ഒരു അവരുടെ ഉള്ളിൽ ഈ ഒരു ഭാവത്തിൽ നമ്മൾ ഭഗവാന്റെ കഥയൊക്കെ പറയുമ്പോൾ ആ ഭഗവാന്റെ ഒരു ഭാവത്തിൽ നമ്മളെ ഉള്ളുകൊണ്ട് കാണുന്നുണ്ടാവും. എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചതുമല്ലേ. അപ്പോൾ അതുകൊണ്ടാവും ഭഗവാൻ അല്ലെങ്കിൽ സാക്ഷാൽ രാധാറാണി ആ ഒരു രൂപത്തിൽ വന്നത്. ഇത് പറയുമ്പോൾ പലർക്കും അത് ഇങ്ങനെയാണ്. നമുക്ക് കലികാലത്ത് പലപ്പോഴും ഈ ഒരു ഭാവത്തിലൊക്കെ ആവും നമ്മുടെ മുമ്പിൽ ഉറപ്പായിട്ടും വരിക. കാരണം എന്താ വെച്ചാൽ അല്ലാണ്ട് സാക്ഷാൽ ഭഗവാൻ ആ മയിൽപ്പീലി കാണാൻ സാധിക്കും, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ അത്രയ്ക്കും ഉപാസന വേണം. എല്ലാം ഉപേക്ഷിച്ചിട്ട് കുറൂരമ്മയെപ്പോലെ പൂന്താനം മുത്തച്ഛനെ പോലെയൊക്കെ ഉപാസിക്കാനായിട്ട് സാധിക്കണം. പൂന്താനം മുത്തച്ഛൻ്റെ ഉള്ളിൽ ആ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഓടിച്ചെന്നിട്ട് ഭഗവാനെ എന്തിനാ ഇങ്ങനെ കാട്ടിക്കൊതിപ്പിച്ചത് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് സാധാരണക്കാരനായ പൂന്താനം മുത്തച്ഛൻ ഓടിച്ചെന്ന് ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കണ്ണ് നിറഞ്ഞപ്പോൾ ഉള്ളിൽ കണ്ണടച്ച് നിന്നപ്പോൾ ആ ഉണ്ണിയായിട്ട് ആ ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ആ ഭഗവാൻ കളിക്കാൻ തുടങ്ങി. ഭാഗവത കഥകളിലൂടെ ഭാഗവതത്തിനോടുള്ളൊരിഷ്ടം ആ ഭാഗവത കഥകളിലൂടെ അകത്ത് അത്രയും ആ ലീലകൾ മുഴുവൻ അല്ലേ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നുകൂടെ ആടൂലെന്ന് നമ്മൾ ചോദിക്കണൂല്ലേ. ഇത് ഉള്ളിലിരുന്നിട്ട് ആ ലീലകളൊക്കെ ആടാൻ തുടങ്ങിയപ്പോൾ പൂന്താനം മുത്തശ്ശൻ്റെ ഉള്ളിൽ അറിയാണ്ടതാ ഈ പുറമേ ഉള്ള ഒരു സുഖത്തിനേക്കാളും എത്രയോ ആനന്ദമാണ് പുറമേക്ക് ലഭിക്കുന്നേക്കാളും ആത്മാനന്ദം ലഭിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായിന്ന് അദ്ദേഹം ആ മനസ്സിൽ കളിക്കുന്ന കളി കണ്ടിട്ടാണ് ചോദിച്ചത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ഭഗവാൻ കളിക്കാറാവണം, ഭഗവാൻ ആടിയ ലീലകളൊക്കെ ആടാറാവണം ഭഗവാനോട്. നമ്മുടെ ഉള്ളിൽ നൃത്തമാടണം ഭഗവാൻ അല്ലേ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല. ഏത് വെണ്ണയെ കൊടുക്കണ്ടേ? ആ ഉള്ളിലെ പരമപ്രേമമാകുന്ന വെണ്ണ ആ ഭഗവാന് കൊടുത്താൽ മാത്രം ഭഗവാൻ അപ്പോൾ ആദ്യം വെണ്ണ തരൂ, ആദ്യം ആ പ്രേമം നിറയട്ടെ, ആദ്യം വെണ്ണ തരൂ. അത് ആ വെണ്ണയുടെ സ്വാദ് ആണ് എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നൃത്തമാടിക്കുക എന്ന് പറഞ്ഞു ഉള്ളിൽ നൃത്തമാടുക ചെയ്യുക. നമ്മുടെ ആ മനോമാലിന്യങ്ങളെല്ലാം പോയി ഭഗവാന് നൃത്തം ചെയ്യാനുള്ള രംഗം അവിടെ ഒരുങ്ങുമ്പോൾ ഭഗവാൻ ആവിരാസീത് ഇറങ്ങി വരികയാണ് ഭഗവാൻ. ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിൽ നൃത്തമാടണു.
അങ്ങനെ ആ ഹൃദയത്തെ അതിൽ ആ ഉള്ളിലുള്ള നൃത്തം കണ്ട് 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 ആ ഉള്ളിൽ പിന്നെ പുറമേക്ക് നോക്കുമ്പോൾ പുറമേ കാണുന്നതെല്ലാം ഈശ്വരനായിട്ട് അല്ലേ. ഇവിടെ പറയണ പോലെ നാരായണ പരാവേത ദേവാ നാരായണം ക്ഷയാ നാരായണ പരാലോക നാരായണ പരാമക നാരായണ പരോ യോഗ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതിയും എല്ലാത്തിലും ആ നാരായണനെ സർവ്വതിലും കാണാൻ സാധിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് ആ ഭഗവാൻ നമ്മുടെ മാംസചക്ഷുസ്സുകളെ കൊണ്ട് കാണാനുള്ള ഭാവത്തെ ആ രൂപത്തിൽ അപ്പോഴാണ് അല്ലേ. അങ്ങനെയാണ്. അപ്പോഴാണ് അഗ്രേ പശ്യാമി, അകലെ കണ്ട ഭഗവാനെ പിന്നെ ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കും. ആ ശ്രീലകത്ത് മാത്രം കണ്ടിരുന്ന ഭഗവാൻ നമ്മുടെ കൂടെ കളിക്കും. ആദ്യമൊക്കെ നമുക്ക് രൂപം കൊണ്ടല്ലാണ്ട് നമ്മുടെ കൂടെ കളിക്കണത് പല വിധത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവണത്. ഇത്തവണ ആ ഗുരുവായൂർ ഏകാദശിക്ക് പോയപ്പോൾ അത് ഒരുപാട് അനുഭവമായതാണ്. ചുറ്റിലും ഭഗവാൻ പല ഭാവത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പലരിലൂടെ മനസ്സിലാക്കി തന്നൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് അനുഭവം ആവണതാണ്. ഒട്ടും നാമം ജപിക്കാണ്ട്, അത്രയൊന്നും ഉപാസന ഇല്ലാണ്ട് ഹരേ രാമനാമം ജപിക്കും. അത് വേണ്ടതുപോലെയാണോ എന്ന് ചോദിച്ചാൽ വേണ്ടതുപോലെയൊന്നും അല്ല, ഉറപ്പാണ്. അത്രയൊന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. കാരണം ഏകാഗ്രതയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് കണ്ടാൽ കണ്ണങ്ങോട്ട് പോണി, കണ്ണടച്ച് പിടിച്ചിരുന്ന് പറയണതിൻ്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. കണ്ണാ തുറന്നാൽ പിന്നെ പോവുകയായി കണ്ണ് പല വഴിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്ദ്രിയങ്ങളെ പോലും ഒന്ന് അടക്കാൻ സാധിക്കാത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ അടുത്ത് പലരിലൂടെ പല ഭാവത്തിൽ വന്ന് ഇതുപോലെ ഭഗവാൻ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ശരിയായി ഉപാസിക്കുന്നവരുടെ കൂടെ ആ ഭഗവാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ് അതിശയം. എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന് ഭഗവാൻ നമുക്ക് അനുഭവമാക്കിയിട്ട് തരുമ്പോഴാണ്. അത് നമ്മുടെ ഭക്തി കൊണ്ടോ ഭക്തിയുടെ മഹത്വം കൊണ്ടോ എന്നൊക്കെ, ഞാൻ അത്രയും വലിയ ഭക്തി ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും, അങ്ങനെയല്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അങ്ങനെയെങ്കിലും കൂടുതൽ നാമം ജപിക്കട്ടെ, അങ്ങനെയെങ്കിലും ആ ഉള്ളിൽ എത്രയും കൂടുതൽ അല്ലേ, കൂടുതൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അറിയാം, നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒരു തവണ തന്നെ പറഞ്ഞാൽ മനസ്സിലാവണ കുട്ടികളുണ്ട്. ആ മനസ്സിലാവണ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ചെന്ന് അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാൽ കുറച്ച് നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവണവരുണ്ട്. അപ്പോൾ അവരോട് ആ വിധത്തിലാവും ടീച്ചർമാരെ അവരെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കും, അവരുടെ നോട്ട് എഴുതിയത് നോക്കണു, അവരെ കൂടുതൽ ശ്രദ്ധിച്ച് അവരെ അതിലേക്ക് ഉയർത്താൻ നോക്കണു. തീരെയും ശ്രദ്ധിക്കാത്തവരെ പല കാര്യങ്ങളൊക്കെ പലത് പറഞ്ഞിട്ടും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് സന്തോഷിപ്പിച്ച് എല്ലാവരെയും ഒരുപോലെ, പണ്ടൊക്കെ ടീച്ചർമാർ അങ്ങനെയാണ്, ഒരുപോലെ. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒരു മാഷുണ്ടായിരുന്നു ഇവിടെ പന്തലൂർ സ്കൂളിൽ. ആ മാഷെ ഞാൻ എപ്പോഴും ഓർക്കും, ശങ്കരൻകുട്ടി മാഷ്. കാരണം എന്തൊരു സ്നേഹവും വാത്സല്യമായിരുന്നു ഞങ്ങളോടെന്ന് പറഞ്ഞാൽ അറിയില്ല. കപ്പലണ്ടിയൊക്കെ മേടിച്ച് തരും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ മേടിച്ച് തന്ന ഓരോ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് പറഞ്ഞു തരാം. അപ്പം ആദ്യം തന്നെ മാഷ് ഒരുപാട് നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹിച്ച് പിന്നെ മാഷ് ഇത് പഠിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ, നാളെ ഞാനിത് പഠിച്ചു കൊണ്ട് ചെന്നില്ലെങ്കിൽ മാഷക്ക് വിഷമാവില്ലേ, മാഷ് എന്നോട് പിണങ്ങിയാലോ സങ്കടപ്പെട്ടാലോ എന്നുള്ളത് കൊണ്ട് അത് ആ അലസതയൊക്കെ വിട്ട് പഠിച്ച് അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ പഠിക്കുക. അപ്പോൾ അതും ഒരു ഇതാണ്. പിന്നെ അതുപോലെ എൻ്റെ മോനെ പഠിപ്പിച്ചിരുന്ന ടീച്ചറുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പഠിക്കാൻ ബുദ്ധിയില്ലാണ്ടല്ല, പക്ഷേ അവന് കുറച്ച് കളികളും ഇതൊക്കെ ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന കാലമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഗെയിം കളിയൊക്കെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ പോലും അതിൻ്റെ മുമ്പിൽ കുറേ നേരം ഇരുന്നിട്ടുണ്ട്. അത് നമുക്കൊരു ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൗതുകം, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ ഞങ്ങളുടെ അവിടെ അടുത്ത് ഒരു ടീച്ചറുണ്ട്, കോഴിക്കോട് അടുത്ത്. ടീച്ചർ അവിടെ ട്യൂഷൻ എടുക്കുന്ന ടീച്ചറാണ്, സുനിത ടീച്ചർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ടീച്ചറെ എന്താ ഞാൻ ചെയ്യണ്ടേ, അയാളെ ട്യൂഷന് പറഞ്ഞു വെച്ചാൽ അയാൾ വരില്ല, ട്യൂഷന് വിളിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം. അത് സാരമില്ല, അമ്പലത്തിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുവന്നോളൂ, എന്നിട്ട് ഇവിടെ കയറിയാൽ മതി, ബാക്കിയൊക്കെ
ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ പോയി. വരുന്ന വഴിക്ക് ടീച്ചറുടെ വീട്ടിൽ കയറി. അപ്പോൾ ടീച്ചർ നല്ല സന്തോഷമായിട്ട് ടീച്ചർ പറഞ്ഞു, എപ്പോഴും പറയാറുണ്ട് മോനെ പറ്റി, എപ്പോഴും അമ്മ പറയാറുണ്ട് മോന് ഗെയിമൊക്കെ കളിക്കാൻ നല്ല ഇഷ്ടമല്ലേ, ഇവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, എൻ്റെ മോനും ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്, ഇനി കളിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നോളോട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് 1-2 തവണയൊക്കെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ അവിടെ പരിചയമായപ്പോൾ അയാൾ തന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ടീച്ചർ ഒന്നും മിണ്ടാണ്ട് ഗെയിം കളിക്കാനും കുട്ടികളെ രണ്ടാളെയൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, നോക്കൂ ഈ കുട്ടികളൊക്കെ പഠിക്കാൻ വന്നിരിക്കണവരാണ്, ഇവരുടെ പോലെ നമുക്കും പഠിക്കണ്ടേ, ഗെയിം കളിക്കണ പോലെ അതിൽ ജയിക്കണ പോലെ ഇതിലും ജയിക്കണ്ടേ, എല്ലാത്തിലും ജയിക്കണം, അങ്ങനെ ആയാലാണ് എന്ന് പറഞ്ഞ് കുട്ടികളുടെ അവനെ ആ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന് അവനെ ആ പഠിപ്പിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് ടീച്ചർ അതൊക്കെയാണ് ശരിക്കും ആ സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ് ഭഗവാൻ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലൗകികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് പറയണത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യം അത് ഭഗവാനും നമുക്കിപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭക്തിയുടെ അങ്ങേ തലക്കെത്തിയിട്ട് ഭക്തശിരോമണികളായിട്ടൊന്നുമല്ല, നമ്മൾ ആ ഭക്തിയുടെ തലത്തിൽ താഴെയാണ്. അതുകൊണ്ടാണ് ഉയർന്നു നിൽക്കണവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് അതറിയാം, അവരത് അനുഭവിക്കേണ്ട, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന്റെ ഒരു പ്രത്യേകം ആയിട്ട് ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊന്നും. കാരണം അവർക്ക് അനുഭവം ഉണ്ടായാലും ശരി, അനുഭവം ഉണ്ടായില്ലെങ്കിലും ശരി, അവർക്ക് അതിനെ ആ ഈശ്വരനെ അറിയാം. ഈശ്വരൻ്റെ അവർ ആ ഈശ്വര അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ല. നമ്മളെയൊക്കെ ചിലപ്പോൾ ഈ അനുഭവമൊന്നും ഉണ്ടാക്കാണ്ട് വെറുതെ വിട്ടാൽ നമ്മളൊക്കെ തിരിഞ്ഞ് വീണ്ടും ലൗകികത്തിലേക്ക് ചെന്ന് മുങ്ങി വീഴും. അത് ഗുരുവായൂരപ്പന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഇങ്ങനെ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ കാരുണ്യമാണ് ഇവിടെ പ്രവർത്തിക്കണത്. അപ്പോൾ ആ ഒരു കാരുണ്യത്തിലൂടെ ആണ് നമ്മൾ മുന്നോട്ട് പോണത് ശരിക്കും. അപ്പോൾ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാവാൻ അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഈശ്വരൻ എല്ലാവർക്കും നിയന്താവായിട്ടിരിക്കുകയാണ് എന്ന് പറയണു. അപ്പോൾ അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആവണമെങ്കിൽ അതിന് ആ തലത്തിലെത്തിയാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ കഥ കേട്ട് നാമം ജപിച്ചിട്ട് ആ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് ആ ഇന്ദ്രിയങ്ങൾക്ക് വേറെ ഒന്നിലും രതി ഉണ്ടാവാണ്ട് ഭഗവാനിൽ മാത്രം രതി ഉണ്ടായി ഇന്ദ്രിയങ്ങളെ മുഴുവനും മാലിന്യമുക്തമാക്കി തീർത്താൽ ആ ഇന്ദ്രിയത്തിലൂടെ നമുക്ക് ഭഗവാനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അല്ലാണ്ട് ചില ഇതിലൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അവരാ തലത്തിലെത്തിയതാവും, പക്ഷെ നമ്മൾ ആ തലത്തിലെത്താത്തത് കൊണ്ട് അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ആ വിഗ്രഹം നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് നടന്ന് അവിടെ ചെന്നിരുന്നു. അത് സത്യമല്ല എന്നൊന്നും പറയണില്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയും. ചില അനുഭവങ്ങൾ അവനവൻ അനുഭവിക്കാൻ മാത്രമുള്ളതാണ്. അത് പരസ്യമാക്കിയാൽ ഒരു പക്ഷേ ആ ഈശ്വരനെ അവഹേളിക്കാൻ വരെ അത് കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ളതല്ല. അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മൾ എത്ര തപസ് അതിന് വേണം എന്നൊക്കെ, നമുക്ക് അത്രയും തപസ് വേണം. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, അത്രയ്ക്കൊന്നും ആവാൻ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഈശ്വരൻ ഏതുവിധം ലോകത്തെ സൃഷ്ടിക്കണു എന്നൊക്കെയാണ് പറഞ്ഞത്. മായയ്ക്ക് അധിപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ പ്രവൃത്തിയൊന്നും കൂടാണ്ട് തന്നിൽ വന്നു ചേർന്നായ കാലത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും തന്നിൽ അടങ്ങിയിരിക്കുന്ന മായ കൊണ്ട് പലവിധമായിട്ട് ആ മായയെ അംഗീകരിച്ചുകൊണ്ട് മായയിൽ അടങ്ങിയ 3 ഗുണങ്ങളോട് കൂടിയിട്ട് ആ ഒരുപോലെ അല്ലാണ്ട് സമതയെ വെടിഞ്ഞുകൊണ്ട് സൃഷ്ടി ചെയ്യുകയാണ്. മായ, മഹത്വത്വം, അഹങ്കാരം എന്നീ പരിണാമഹേതുവിനെ സ്വഭാവം എന്ന് പറയുന്നു. ഈശ്വരൻ്റെ സൃഷ്ടിക്ക് കാരണം കാലം, കർമ്മം, സ്വഭാവം എന്നീ തത്വങ്ങളാണ് എന്നൊക്കെ പറയാം. പിന്നെ ഈശ്വരനാൽ സ്വീകരിക്കപ്പെട്ട കാലത്തിന് സ്വത്വാദി ഗുണങ്ങളുടെ സമതയെ വെടിഞ്ഞിട്ട് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ക്ഷോഭമൊക്കെ ഉണ്ടാവണു, പരിണാമം ഉണ്ടാവണു. ഒന്നിൽ നിന്ന് പരിണാമവും ഉൽപ്പത്തിയും ഒക്കെ ഉണ്ടാവുക ചെയ്യണത്. രജോ ഗുണം, സത്വഗുണം എന്നിവയെ അധീകരിച്ചതും
അതിൻ്റെ വികാരത്തെ പ്രാപിച്ചിരിക്കുന്നതാണ്. മഹത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന മഹാഭൂതങ്ങൾ ഉണ്ടാവണു, ജ്ഞാനം എന്ന് പറയപ്പെടുന്ന ദേവതകൾ ഉണ്ടാവണു, ക്രിയ എന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ ഉണ്ടാവണു എന്നെല്ലാം പറയണു. അതുപോലെ അഹങ്കാരതത്വം വികാരത്തെ പ്രാപിച്ചപ്പോൾ 3 വിധമായിട്ട് തീർന്നു. അത് വൈകാരികം, തൈജസം, താമസം എന്നീ ഭാവത്തിലാണ്. ആ താമസ അഹങ്കാരത്തെ ദ്രവ്യശക്തി എന്നും തൈജസ അല്ലെങ്കിൽ രാജസ അഹങ്കാരത്തെ ക്രിയാശക്തി എന്നും വൈകാരിക സാത്വികമായ അഹങ്കാരത്തെ ജ്ഞാനശക്തി എന്നൊക്കെ പറയുകയാണ് എന്ന് പറയണം. ആ ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ആകാശം, അസാധാരണ ഗുണമായ ശബ്ദമൊക്കെ ഉണ്ടായത്. ശബ്ദം കാണുന്നവൻ എന്നും കാണപ്പെടുന്നവൻ എന്നും ഉള്ള 2 ഭേദങ്ങളെ അറിയിക്കുന്നു എന്ന് പറയണം. പിന്നെ ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ സ്പർശത്തെ ഗുണമായിട്ട് സ്വീകരിച്ചിട്ടാണ് വായു ഉണ്ടായത്. വായുവിന് കാരണമായിരിക്കുന്നത് ശബ്ദം വായുവിലും ശബ്ദം വായുവിലും ഉണ്ട്. അങ്ങനെ ശബ്ദം, സ്പർശം എന്നീ ഗുണങ്ങളാണ് വായുവിന് ഉള്ളത്. കർമ്മസ്വഭാവത്താൽ വികൃതമായിട്ടുള്ള വായുവിൽ നിന്ന് തേജസ് ഉണ്ടായി. അതിനെയാണ് അഗ്നി എന്ന് പറയണത്. അപ്പോൾ ആ സ്വന്തമായ ഗുണം, രൂപം, വായുവിൻ്റെ സംബന്ധം, ഇതൊക്കെ ആകാശത്തോടുള്ള ചേർച്ച, അതൊക്കെ കൂടിയിട്ട് അതുകൊണ്ട് ശബ്ദവും അഗ്നിക്കുണ്ട്. പിന്നെ തേജസ്സിൽ നിന്ന് രസമാകുന്ന ഗുണത്തോടു കൂടിയിട്ട് ആകാശ, വായു, അഗ്നികളുടെ സംബന്ധം നിമിത്തം അവയുടെ ഗുണങ്ങളായ സ്പർശരൂപങ്ങളായിട്ടുള്ള ജലം ഉണ്ടായി. ആ ജലത്തിൽ നിന്ന് ഗന്ധമാകുന്ന ഗുണത്തോടു കൂടിയിട്ട് ഭൂമി ഉണ്ടായി എന്നെല്ലാം പറഞ്ഞപ്പോൾ രസം, സ്പർശം, ശബ്ദം, രൂപം എന്നീ ഗുണങ്ങളൊക്കെ ഭൂമിക്ക് ഉണ്ട് എന്ന് പറയണു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോന്നും ആ സൃഷ്ടിയുടെ ഓരോ കാര്യങ്ങൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാരദർക്ക്. ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യാം. സദാ സംഹൃത്യ ജാന്യോന്യം ഭഗവത് ശക്തി ജ്യോതിത തത് അസത്വം ഉപാദായം ചോഭയം സസൃജൻ ഹൃദ വർഷപൂഗ സഹസ്രാന്തേ തത് അഖണ്ഡം ഉദകേശയം കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോ ജീവം അജീവയത് സ ഏവ ഏഷ പുരുഷ തസ്മാത് അണ്ഡം നിർഭിദ്യ നിർഗത സഹസ്രോർവകാംഘ്രി ബാഹ്വാക്ഷ സഹസ്രാനന ശീർഷവാൻ യസ്യേഹ്യാവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണാക കഡ്യാദിഭിർ അധസ്പസ്ത സപ്തോർദ്ധം ജഗനാദിഭി പുരുഷസ്യ മുഖം ബ്രഹ്മം ക്ഷത്രം ഏതസ്യ ഊർവോർവൈശ്യോ ഭഗവതാ പാദ്ഭ്യം ശൂദ്രോഭ്യജായതേ ഭൂർലോകകൽപ്പിത പാദ്ഭ്യം ഭുവർലോകോസ്യ നാഭിത ഹൃദ്യാസ്വർലോക ഉരസാ മഹർലോകോ മഹാത്മന ഗ്രീവായം ജനലോകശ്ച തപോലോകസ്തനദ്വയാത് മൂർധ്വീ സത്യലോകസ്തു ബ്രഹ്മലോകാ സനാതന തത്കട്യാം ചാതലം ക്ലിപ്തം ഊരുഭ്യം വിതലം വിഭോ ജാനുഭ്യം സുതലം ശുദ്ധം ജംഗാഭ്യം തു തലാതലം മഹാതലം തു ഗുൽഫാഭ്യം പ്രപാദാഭ്യം രസാതലം പാതാളം പാദതലത ഇതി ലോകമയപ്പുമാൻ ഭുവർലോകകൽപ്പിതപാദ്ഭ്യം ഭുവർലോകസ്യ നാഭിത സ്വർലോകകൽപ്പിതോ മൂർധ്നി ഇതീവാ ലോകകൽപ്പന. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വിതീയസ്കന്ധേ ജനനനിരൂപണം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
നീരിൽ കിടക്കുമാമുട്ടായ അനേകായിരമാണ്ടതിൽ ആണ്ടിനാൽ കാലകർമ്മ സ്വഭാവസ്ഥ ജീവനാൽ ജൈവരൂപമായി അനേകായിരം ഊരുക്കൾ കൺകൾ പാദങ്ങൾ കയ്യുകൾ മുഖങ്ങൾ ശീർഷങ്ങളാർന്നീ അണ്ടത്തിൽ ജാതനായി പുമാൻ പുരുഷന്റെ മുഖം ബ്രഹ്മന്നവന്തൻ ബാഹുക്ഷത്രിയൻ ഒരു വൈശ്യൻ തദീയ ശ്രീപാദം ശൂദ്രനുമായി ക്രമാൽ പുരുഷന്റെ പാദം ഭൂമി ഭുവസ്സോ തൻ്റെ നാഭിയും തദീയ ഹൃദയം സ്വർഗം മഹർലോകമുരസ്തടം കഴുത്തത്രേ ജനലോകം തപലോകം തപോലോകം ധനദ്വയം മൂധാവത്തെ സത്യലോകം ബ്രഹ്മലോകം സനാതനം വിഭുവിൻ്റെ യരക്കെട്ടാണതലം വിതലം തുട ജാനുക്കൾ സുതലം ശുദ്ധം ജംഗരണ്ടും തലാതലം മഹാതലം ഗുൽഫങ്ങൾ മേൽക്കാലടി രസാതലം കീഴ്ക്കാലടികൾ പാതാളം ഏവം ലോകമയൻ പുമാൻ ഭൂപര്യന്തം കാലുകളുമായി ഭുവസ്സുവരനാഭിയായി സ്വർഗം വരെ ശിരസ്സായും കൽപ്പിച്ചിടുന്നതും ചിതം എന്ന് ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധം 5ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഭഗവാനേ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പോൾ നമ്മൾ വിട്ടുപോയ ഒരു അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി ആ ഒരു അധ്യായം വിട്ടുപോയത് കൊണ്ട് ഇപ്പോൾ വായിച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് വായിക്കാനുള്ളത് ആ 2ാം സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. 8ാമത്തെ അധ്യായം വായിച്ച് തീർത്തിട്ട് അപ്പോൾ ഇത് ഭഗവാൻ ഇന്ന് വീണ്ടും വായിപ്പിച്ചതാണ്. ഇതിനു മുമ്പ് ഞാൻ വായിച്ച് ഇത് റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ആ റെക്കോർഡ് ചെയ്ത വീഡിയോ എവിടെയോ നഷ്ടമായി. അതുകൊണ്ട് നമുക്ക് ഗുണമായി. 2 പ്രാവശ്യം, നമുക്കല്ല എനിക്ക് ഗുണമായി. 2 പ്രാവശ്യം പാരായണം ചെയ്യാറായി. അങ്ങനെ ഇതാ പറയണു, ആ വികാരപ്പെട്ടതായ രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി എന്ന് പറയണു. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ബുദ്ധിയും പ്രാണനും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണ്. അതുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണെന്ന് പറയണു. ശ്രോതം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ എന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്, കൈകള്, മേഠം, കാലുകള്, പായു എന്നിവ 5 കർമ്മേന്ദ്രിയങ്ങളുമായിട്ടാണ് പറയണത്. ഗന്ധം മുതലായിട്ടുള്ള ഭൂതഗണങ്ങൾ, ഇന്ദ്രിയ ഗുണങ്ങൾ, മനസ്സിൻ്റെ ഗുണങ്ങൾ എന്നിവ ഒന്നിനോടൊന്ന് യോജിക്കാതെ വിഭിന്നങ്ങളായിരിക്കുന്നു. അതിനാൽ ആ ബ്രഹ്മാണ്ഡ സ്വരൂപമായ ശരീരത്തെ സൃഷ്ടിക്കാനായിട്ട് അവർക്ക് എപ്പോൾ ശക്തിയില്ലാതെ ഭവിച്ചു. അപ്പോൾ നാരദ ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ഒന്നോടൊന്ന് യോജിച്ച് സ്ഥൂല സൂക്ഷ്മഭാവത്തെ ഗ്രഹിച്ചിട്ടതാ അവിടെ ആ വൃഷ്ടി ശരീരത്തെയും സൃഷ്ടിച്ചു എന്ന് പറയാണ്. ആ വിരാട് പുരുഷനെ പറ്റിയിട്ട് ഇതിനു മുമ്പ് ഇതൊക്കെ പറയേണ്ടായിരുന്നു. വിരാട് പുരുഷനെ പറ്റിയിട്ട് പരമാത്മാവ് തന്നെയാണ് ആ അണ്ടത്തെ പിളർന്നിട്ട് അതിനുള്ളിൽ 1000 തുടകൾ, 1000 പാദങ്ങൾ, 1000 കണ്ണുകൾ, 1000 ശിരസ്സുകൾ തുടങ്ങിയിട്ടുള്ള അതായിട്ടുള്ള വിരാട് പുരുഷനായിട്ട് പുറത്തേക്ക് വന്നു. അതുപോലെ ആ ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞവർ ഈ കാണപ്പെടുന്ന സകലത്തിലും പുരുഷൻ അധിഷ്ഠാനാണ് എന്ന് ഭഗവാന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ആ സർവ പ്രപഞ്ചത്തെയും അവർ കണ്ടു എന്ന് പറയുകയാണ്. പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും, മുഖം ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയൻ, തുടകൾ വൈശ്യൻ, പാദങ്ങൾ ശൂദ്രൻ എന്നീ ഭാവത്തിലും ആ മഹാപുരുഷൻ്റെ പാദങ്ങളിൽ ഭൂലോകം, നാഭിയിൽ ഭുവർലോകം, ഹൃദയത്തിൽ സ്വർലോകം, മാറിടത്തിൽ മഹർലോകം എന്നിവയും, കഴുത്തിൽ ജനർലോകം, 2 സ്തനങ്ങളിൽ തപോലോകം, ശിരസ്സിൽ വൈകുണ്ഠം എന്നിവയും, സനാതനമായിട്ടുള്ള സത്യലോകവും ആ വൈകുണ്ഠം അതുപോലെ സത്യലോകം എന്നിവ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അരക്കെട്ടിലെ അധലം, 2 തുടകളിൽ നിന്ന് വിതലം, മുട്ടുകാലുകൾ സുതലം, 2 കണങ്കാലുകൾ ഉണ്ടല്ലോ അത്
തലാതലം ആയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ പുരുഷൻ ഈ വിരാട് പുരുഷൻ്റെ നെരിയാണികളിൽ നിന്ന് മഹാതലം, പുറവടിയിൽ നിന്ന് രസാതലം, ഉള്ളനാടിയിൽ നിന്ന് പാതാളം, അതുപോലെ ഭഗവാന്റെ അങ്ങനെ ഇതെല്ലാം ഉണ്ടായി എന്ന് പറയണു. അങ്ങനെ അതിസൂക്ഷ്മമായ ഈശ്വരസ്വരൂപം സ്ഥൂലബുദ്ധിക്ക് വിഷയാവില്ല. സ്ഥൂലമായ ലോകം ഈശ്വരസ്വരൂപം ധ്യാനിച്ചു കൊള്ളണം എന്നാണ് പറയണത്. അങ്ങനെ 14 ലോകങ്ങൾ 14 എന്ന വ്യവഹാരത്തെ ആ മുകളിൽ പറഞ്ഞു തരികയാണ് ചെയ്യണത്. അപ്പോൾ ലോകങ്ങൾ വ്യവഹാരത്തിൽ ഭഗവാന്റെ അവയവങ്ങളായിട്ടാണ് ഇതിനെ എല്ലാം പറയണത് എന്ന് പറയണു. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ആ ദ്വിതീയ സ്കന്ധം മനന നിരൂപണ പ്രകാരമുള്ള ദ്വിതീയ സ്കന്ധത്തിലെ ജനന നിരൂപണം എന്നുള്ള 5-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അത് വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് ഒരു തവണ കേൾക്കാനും എനിക്ക് 2 തവണ പാരായണം ചെയ്യാനും സാധിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. പക്ഷേ അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്ന് പാരായണം ചെയ്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് കൂടുതൽ ഭഗവാൻ ഉള്ളിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു തന്നു. അതെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് വീണ്ടും ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാം പറയിപ്പിച്ച ആ ഭഗവാന്റെ പാദങ്ങളിൽ പരമപ്രണാമം സമർപ്പിക്കണം. പിന്നെ ഇവിടെ പാരായണം ചെയ്ത ഓരോ അക്ഷരപ്പൂക്കളും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും നിങ്ങളെ ആ പരമഭക്തരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.